വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഇവിടെ വായിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് അവൻ കിടക്കുന്ന, അവിടെ തുടങ്ങണം, അവൻ കിടക്കുന്ന യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. Yes. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. മതി, ഒരു നിമിഷം കണ്ണു കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങളുടെ ആത്മാവ് ഈ ദേശത്തോടും ഇവിടെ വന്ന ദൈവജനത്തോടും ഇടപെട്ടുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം സംസാരിക്കണം. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, വിദൂരതയിലിരുന്ന്, ഭവനാന്തർഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന് ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. രാത്രി ഞങ്ങളുടെ കരൻ ഞങ്ങളെ തൊടുവാൻ പോകിയാൽ സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കാലെന്ന് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോട് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, ഒന്ന് കരമൊന്നടിച്ചേ ശക്തിയോടെ. ഓക്കെ, ഇത് രാത്രിയിലത്തെ എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, വീട്ടുകാരോട് കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോകം മുഴുവൻ വാർത്തയാണ്. ഏഷ്യയിൽ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏഷ്യ മുഴുവൻ വാർത്തയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ കറിക്കാട്ടൂരിൽ ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ വാർത്തയാണ്. ഈ കൺവെൻഷൻ പലയിടത്തും വാർത്തയായി കാണും, ഒരുപക്ഷെ എങ്ങും വാർത്തയായി കാണില്ലായിരിക്കാം. എന്നാൽ ഈ കൺവെൻഷൻ സ്വർഗത്തിൽ വാർത്തയാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവരൊന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. നാം വായിച്ചത് ഇങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു, നേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ചെയ്ത അതിമഹത്തായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു എവിടെ വന്നാലും അവിടെ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുള്ളതിനാൽ ഇവിടെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. കർത്താവായ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലുത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിലടങ്ങിയിരുന്ന അടയാളമായിരുന്നു. യേശു കർത്താവ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം അവൻ്റെ നോട്ടത്തിൽ പോലും പരിവർത്തനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു എന്നായിരുന്നെങ്കിൽ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ഒറ്റ വാക്കാൽ യേശു തിരികെ വിളിച്ചപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം മരണത്തിൻ്റെയും പാതാളത്തിനും താക്കോൽ യേശുവിൻ്റെ കൈവശമുണ്ടെന്നായിരുന്നു. യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശബ്ദമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം ഈ പ്രകൃതി ശക്തികൾ അവൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നു എന്നായിരുന്നെങ്കിൽ, 38 വർഷമായി ബെഥസ്ദാ കുളക്കടവിൽ നിന്ന് രോഗിയെ ഒറ്റ വാക്കിൽ യേശു സൗഖ്യമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം നിന്റെ പഴകിയ പാപവും നിന്റെ പഴകിയ രോഗവും യേശുവിന് വിഷയമല്ല. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നായി. പോരാ, ശക്തി പോരാ നിങ്ങളുടെ സ്തോത്രത്തിൽ. ഞാനും ഷാരോനും കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നില്ലേ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തോ പവറാണ് ആരാധനയ്ക്ക്. ഓരോ വാക്കും കൊണ്ട് പോകുമ്പോൾ ശക്തി വ്യാപരിക്കുകയാണ്. വേദവസ ഒരു വാക്യമുണ്ട്: നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഒന്നും സ്തോത്രം പറയാൻ കഴിയില്ല. ബന്ധന വഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കേരളത്തിലെ യൂണിയൻ കൺവെൻഷനിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന്. ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, കഴിയാറില്ല. കൈ പൊക്കണമെന്നുണ്ട്, കഴിയാറില്ല. കൈ അടിക്കണമെന്നുണ്ട്, കഴിയാറില്ല. എന്നാൽ ബന്ധന വഴിയപ്പെട്ടവന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. എല്ലാ അത്തരവും ചലിപ്പിച്ച് കൈകളൊന്നടിച്ച് വായം തുറന്ന് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ദൈവജനം ഒരുമിച്ച് അല്പസമയം ഒന്നോടെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ.
യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ഒറ്റ നോട്ടത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, നിറവും ഗുണവും മണവുമില്ലാത്ത പച്ചവെള്ളത്തെ യേശു ഒറ്റ നോട്ടത്തിൽ നിറവും ഗുണവും മണവുമുള്ള വീഞ്ഞാക്കി മാറ്റി. നിറമില്ലാത്ത ഗുണമില്ലാത്തവനെ ഗുണമുള്ളവനാക്കി മാറ്റാൻ യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഒറ്റ വാക്കിനാൽ കാറ്റിനെയും കടലെയും ശാന്തമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, നിന്റെ ജീവിതം നയിക്കുന്നേരെ ദുഷ്ടപിശാചാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കിനാൽ ശാന്തമാക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു എവിടെ ഉണ്ടെങ്കിലും അത്ഭുതം നടക്കും. ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ, ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തും. വളരെ മദ്യപാനിയായി നാട്ടുകാരുടെ എല്ലാം തല്ലും വാങ്ങി നാട്ടുകാരെയൊക്കെ തല്ലി ജീവിച്ചൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അവൻ വിശുദ്ധ ബൈബിളുമായി ഇങ്ങനെ യോഗത്തിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പഴയ ചില കൂട്ടുകാർ അവനെ തടഞ്ഞു നിർത്തി കളിയാക്കി ചോദിച്ചു, എടോ നിങ്ങളുടെ യേശു ഇപ്പോഴും പച്ചവെള്ളം വീഞ്ഞാക്കാറുണ്ടോ എന്ന്, ഒന്ന് കുടിക്കാനാന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഇപ്പം വെള്ളം വീഞ്ഞാക്കാറുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ യേശു ചാരായം കസേരയാക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇച്ചിരി ഫീഡ്ബാക്ക് നല്ലല്ലോ വെക്കാൻ പറയാറിയ. യേശു കള്ളും കഞ്ചാവും ഒക്കെ മേശയും കസേരയാക്കാറുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവൻ പറഞ്ഞ അർത്ഥം, ഞങ്ങൾ യേശുവിനെ സേവിക്കും മുമ്പ് എൻ്റെ അധ്വാന ഫലം മുഴുവൻ ചാരായ ഷാപ്പിൽ പോവായിരുന്നു. യേശു ചാരായം ചോറാക്കി മാറ്റി. യേശു ബ്രാൻഡിയും ബിസ്കിയൊക്കെ കസേരയും മേശയാക്കി മാറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ലോകത്തിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തൊരപ്പൻ നിനക്കുണ്ടോ? ഒരു മകൻ നിനക്കുണ്ടോ? ഒരു സഹോദരൻ നിനക്കുണ്ടോ? അവനെ രൂപാന്തരപ്പെടുത്തി പരിവർത്തനം ചെയ്ത് ഗുണമുള്ളവനാക്കി മാറ്റാൻ യേശുവിൻ്റെ സുവിശേഷത്തിന് കഴിയും. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഒരിക്കൽ സുവിശേഷകനെ ഒരു നിരീശ്വരവാദി വെല്ലുവിളിച്ചു. അയാൾ പറഞ്ഞു, ദൈവമില്ലെന്ന് ഞാൻ പ്രസംഗിക്കും, ദൈവമുണ്ടെന്ന് ഇയാൾ തെളിയിച്ച് പ്രസംഗിക്കണം. ദൈവദാസൻ ക്ഷണം സ്വീകരിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ ദൈവമുണ്ടെന്ന് പ്രസംഗിക്കും, നീ ദൈവമില്ലെന്ന് പ്രസംഗിച്ചു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അത് നിന്റെ നിരീശ്വരവാദം കൊണ്ട്, യുക്തിവാദം കൊണ്ട് മദ്യപാനം ഉപേക്ഷിച്ച, പുകവലി നിർത്തിയ, തെറിവിളിക്കുന്നത് നിർത്തിയ, ഭാര്യയുടെ മുടുക്കത്തിന് പിടിച്ച് നടുവിനിടിക്കുന്നത് നിർത്തിയ ഒരാളെയും കൊണ്ട് വരണം. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ സുവിശേഷം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച 10 പേരെ കൊണ്ടുവരാം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യുക്തിവാദം കൊണ്ട്, നിരീശ്വരവാദം കൊണ്ട്, ഏതെങ്കിലും വിസം കൊണ്ട് ഞാൻ മദ്യപാനം നിർത്തി, ചീത്ത പറയാൻ നിർത്തി, അതിരുമാന്തം നിർത്തി, തല്ലുന്ന നിർത്തി എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ ഈ സുവിശേഷത്താൽ പരിവർത്തനം വന്ന ആയിരങ്ങളെ അണിനിരത്താൻ ഞങ്ങൾ കഴിയും. സുവിശേഷം ദൂഷകനെ സുഭാഷകനാക്കി മാറ്റുന്നു, ഉപദ്രവിയെ ശാന്തനാക്കി മാറ്റുന്നു, ദ്രോഹിയെ മനുഷ്യസ്നേഹിയാക്കി മാറ്റുന്നു. ഇന്നും സുവിശേഷം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം മദ്രാസിലെ മോൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട റിനി ജോർജ്. അതിൻ്റെ സാക്ഷ്യം ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ 5 പേരെ, കിപ്പല്ലാ ദാനിയേൽ ഉൾപ്പെടെ ഡ്രഗ് അഡിക്റ്റഡായി മാറി, കഞ്ചാവിനും കറപ്പിനുമൊക്കെ അടിമയായി മാറി. കഞ്ചാവ് അടിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ തിരുവല്ലായിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാവനെ, അമ്മാവനെ, അങ്കിളിനെ, ആൻറ്റിയെ വകവരുത്തി പണം അടിച്ചു മാറ്റാനായി വന്നു. അങ്ങനെ കൊന്നു. പിടിക്കപ്പെടൽ ചിന്തിച്ചു, പിടിക്കപ്പെട്ടു. സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് അവർ പദ്ധതികൾ പ്ലാൻ ചെയ്തു. എന്തായിരുന്നു പദ്ധതി എന്നറിയാമോ? ഓരോരുത്തരായി പരോളിൽ ഇറങ്ങുക,
എന്നിട്ട് ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കുക, എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് മുങ്ങുക. കഴിഞ്ഞ ദിവസവും കണ്ടില്ലയോ ലക്ഷങ്ങൾ കൊള്ളയടിച്ച്. അങ്ങനെ ഓരോരുത്തരായി ഇറങ്ങി. അങ്ങനെ റെനി ജോർജും ഇറങ്ങി. അദ്ദേഹം ഒരു സ്ഥലത്തെ, തിരുവല്ലയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാണ്, ഇരുളിൻ്റെ മറവിൽ. സന്ധ്യയാകുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങും. അദ്ദേഹം പറഞ്ഞു കേട്ടതാ. അങ്ങനെ സന്ധ്യയാകുമ്പോൾ അദ്ദേഹം ഇതുപോലെ ഇറങ്ങി. ഇതുപോലെ സുവിശേഷ യോഗം നടക്കുകയാണ്. അദ്ദേഹം ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ മുമ്പേ ഇവിടെ പാടിയതുപോലെ മനോഹരമായ പാട്ട് ഈ സൗണ്ട് സിസ്റ്റത്തിലൂടെ ഒഴുകി പുറത്തേക്ക് പോകുന്നു. റെനി ജോർജ് ഇരുളിൻ്റെ മറവിൽ നിന്ന് ആ പാട്ട് തൻ്റെ ചെറുപ്പത്തിലേ പാടിയത് കേട്ടുകൊണ്ട് അവിടെ നിന്നു. പോകാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവവചനം പ്രസംഗിപ്പാൻ തുടങ്ങി ദൈവദാസൻ. ദൈവശക്തി അവിടെ വ്യാപരിപ്പാൻ തുടങ്ങി. ആ ദൈവശക്തി ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വ്യാപരിപ്പാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഒതുങ്ങാതെ ഇത് പുറത്തേക്ക് വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് അന്യഭാഷയിൽ അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാ അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ ഒതുങ്ങത്തില്ല, അത് പുറത്തേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്ത് നിന്ന റെനി ജോർജിനെ സുവിശേഷം കയറി പിടിച്ചു. റെനി ജോർജ് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു. വീണ്ടും പദ്ധതി പൊളിഞ്ഞു, ജയിലിലേക്ക് പോയി. വീണ്ടും അദ്ദേഹം പരോളിലിറങ്ങിയിട്ട് ആദ്യമായി ഒരു സ്ഥലത്ത് സാക്ഷ്യം പറയുമ്പോൾ ഞാനും അവിടെ ഉണ്ട്. പ്രസംഗിക്കാൻ എന്നെയും സാക്ഷി പറയാൻ അദ്ദേഹത്തെയാണ് വിളിച്ചത് പാസ്റ്ററെ. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ ആദ്യം അവിടെ ചെന്നു. ആളുകളെല്ലാം റെനി ജോർജിനെ നോക്കിയിരിക്കുക. അവർ നോക്കുക, ഇയാളാണോടോ റെനി ജോർജ് എന്ന്. ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഞാനല്ല, എൻ്റെ പുറകാലെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അല്പം വചനം പ്രസംഗിച്ചു, പിന്നെ റെനി അല്പം സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഞാൻ പ്രസംഗിച്ചു. അപ്പം റെനി ജോർജ് പറഞ്ഞൊരു പദം കേൾക്കണോ? ഞാൻ പരോളിലിറങ്ങി മുങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ പരോളിലിറങ്ങി മുങ്ങി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ മുങ്ങി സ്നാനപ്പെട്ടു. ഓ, കൈയൊന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി ഞങ്ങൾ വെറുതെ പറയല്ല സുഹൃത്തേ, ലോകത്തിലാർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ മാറ്റം വരുത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കരയുകയാണ്. വിശ്വസിച്ച് വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല. എപ്പോഴാ തല പോകുന്നറിയില്ല. ഡ്രഗ് അഡിക്റ്റഡായി ചെറുപ്പക്കാർ മാറുകയാണ്. കഞ്ചാവിനും കറപ്പിനും LSDക്കും മാരിജുബാനയ്ക്കൊക്കെ അടിമകളാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. എന്താ സംഭവിക്കുന്നറിയില്ല. ഏത് നിമിഷവും വീടിന് തീ കത്താം, ഏത് നിമിഷവും അക്രമം നടക്കാം. ഈ അടുത്ത ദിവസമൊക്കെ ഈ TV-കാരൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഭീവത്സം എന്ന വാക്കാണ്, ഭീകരത എന്ന വാക്കാണ്. മനുഷ്യൻ മൃഗമാകുന്നു. മൃഗമെന്ന് പറഞ്ഞാൽ ഒക്കില്ല, അതിനേക്കാൾ അതപ്പതിച്ചു. റാഗിങ് എന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ ഇത് കണ്ടില്ലേ? എങ്ങനെ ഒക്കും മനുഷ്യനിങ്ങനെ ചെയ്യാൻ ഒരു സഹജീവിയോട്? അത്ര അതപ്പതിച്ചു. ഇന്ന് രാത്രി വിങ്ങുന്ന ഹൃദയത്തോട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൽ പറയാം, നീ ഇവിടുന്ന് സ്തോത്രം ചെയ്താൽ നിന്റെ ഭവനത്തിൽ അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാറ്റം വരുത്തും. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. ബെഥസ്ത എന്ന എബ്രായരുടെ കുളം, ആ കുളത്തിൽ 5 മണ്ഡപമുണ്ട്. ആ മണ്ഡപക്കരയിൽ വലിയൊരു കൂട്ടം ആളുകൾ ഒരു വിശ്വാസത്തോടെ കിടക്കുകയാണ്. ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ആര് എടുത്തു ചാടുമോ അവന് സൗഖ്യം വരും. ആ വിശ്വാസത്തോടു കൂടി ഒരുവൻ 38 വർഷമായി അവിടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആശകൾ നിരാശകളായി, പ്രതീക്ഷകൾ അസ്ഥാനത്തായി. 38 വർഷം അവനോട് കിടന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു ഡോക്ടറെ എത്ര തവണ കാണാൻ പോകും? ഏറിയാൽ 4 or 5 തവണ. സൗഖ്യമായില്ലേ നിങ്ങൾ പറയും പൊട്ടവൈദ്യനാ, എടുക്ക പോകരുത്. പക്ഷെ 38 വർഷമായി ഒരുവൻ ബെഥസ്ദാക്കുളവിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം അവൻ്റെ ആശകൾ നിരാശകളായി, അവൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അവൻ്റെ ചിന്ത, ഞാൻ ഇവിടെ അവസാനിക്കും, ഇനി ഞാൻ എഴുന്നേൽക്കില്ല, ഇനി ഞാൻ വീട്ടിൽ പോകില്ല, ഇനി ഞാൻ സൗഖ്യമാകില്ല
എന്നാൽ നോക്കൂ, അവന്റെ ആശകൾ നിരാശകളായപ്പോൾ, അവന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായപ്പോൾ, സകല വാതിലും അവന് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ, ഇതാ നീതി സൂര്യനായ യേശു അവന് വേണ്ടി പ്രവർത്തി ആരംഭിക്കുന്നു. നിന്റെ ആശകൾ നിരാശകളാകുന്നിടം, നിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും കൊട്ടിയടയപ്പെടുന്നിടം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയോ? എല്ലാവരും ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ആശകൾ നിരാശകളാകുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം, അവിടെ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പുത്തൻ വഴികൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞ് എല്ലാ അധരങ്ങളെ ചലിപ്പിച്ചാട്ട്, കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യന്റെ പരമാവധി ദൈവത്തിന്റെ അവസരമാണ്. വൈദ്യശാസ്ത്രം നിന്റെ രോഗം സൗഖ്യമാകില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ യേശുവിന് കഴിയോ? ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാൽ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. 38 വർഷമായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇന്ന് ഇടതടവില്ലാതെ യാത്രയാണ്, ഇടതടവില്ലാതെ. ഞാനാണ് കോൾഡ് പിടിച്ചിരിക്കുകയാണ്. ഈ മൈക്കിന്റെ പച്ചയും ദൈവമക്കളുടെ സ്തോത്രത്തിലാണ് നിൽക്കുന്നത്. മൈക്കുകാരനോട് ആളോട് സുഹൃത്തിനെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ ശബ്ദം ഉയർത്തുമ്പോൾ ദയവായി താക്കരുത്, ഫീഡ്ബാക്ക് നല്ലപോലെ വെക്കണം കേട്ടോ. ഈ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടി ഇത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് നിങ്ങളത് കുറയ്ക്കരുത്. മനസ്സിലായോ? പറയാൻ നിർവാഹമില്ലാതെ വന്നതുകൊണ്ട് പറയാം. സ്തോത്രം. 38 വർഷമായി ബെഥസ്ദാക്കുളക്കടയിൽ കിടക്കുന്ന രോഗിയുടെ അരികിൽ യേശു കർത്താവ് ചെന്നപ്പോൾ പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ല, അന്ത്രയോസ് പരിചയപ്പെടുത്തി കൊടുത്തില്ല, യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുത്തില്ല. ആരും പരിചയപ്പെടുത്താതെ യേശുവിനെ പരിചയപ്പെട്ടു. ആരും പറഞ്ഞു കൊടുക്കാതെ യേശു അവന്റെ അവസ്ഥ അറിഞ്ഞു. ഇന്ന് രാത്രിയിൽ, ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരും പറഞ്ഞു കൊടുക്കാതെ നിന്റെ അവസ്ഥ അറിയുന്ന ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആരും പരിചയപ്പെടുത്താതെ നിന്നെ പരിചയമുള്ള ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരറിഞ്ഞുകൂടാ, നിങ്ങളുടെ വീട്ടുപേരറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവിന് നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ വീട്ടുപേരറിയാം. അറിയുന്നവൻ മാത്രമല്ല, ഈ രാത്രി പരിഹരിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. യേശു കർത്താവിന് നിങ്ങൾ എവിടെ മുതലാ പരിചയമെന്നറിയാമോ? നിങ്ങളുടെ അപ്പൻ നിങ്ങളെ കണ്ടത് നിങ്ങൾ ജനിച്ച ശേഷമാ. നിങ്ങളുടെ അമ്മ നിങ്ങളെ കണ്ടത് നിങ്ങൾ ജനിച്ച ശേഷമാ. ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നിങ്ങളെ കണ്ടു കാണും. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരുവനുണ്ട്. ഓ ഹല്ലേലൂയ. നിന്റെ അപ്പൻ നിന്നെ കാണും മുമ്പ്, നിന്റെ അമ്മ നിന്നെ കാണും മുമ്പ്, നിന്റെ ഡോക്ടർ നിന്നെ കാണും മുമ്പ് നിന്നെ കണ്ട ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പോരാ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും കരഞ്ഞുകൊണ്ടിറങ്ങിയ പിതാവേ, ദൂരെയുള്ള മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, ഓ ഷമാ റഖുനിയ. ഈ ഭൂമിയിൽ ആരും നിന്റെ കണ്ണുനീർ കാണുന്നില്ലെങ്കിലും, ഇവിടെ ആരും നിന്റെ കരച്ചിൽ കാണുന്നില്ലെങ്കിലും, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരുവൻ, നിന്റെ കരച്ചിൽ കാണുന്ന ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ രഹസ്യമായി കരയുന്നതിന് അവൻ പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ്. കർത്താവിനോട് പറയാൻ, നിന്നോട് പറയാൻ, ആരോടും പറയാതെ, ആരും അറിയാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് എല്ലാവരും കാണുക ഉത്തരം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. നിങ്ങളൊരു പ്രസംഗം കേൾക്കാനല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇരിക്കുക. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ, നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ, ആ കലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മയുടെ ഉറവ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി തുറക്കപ്പെടും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. ശ്രദ്ധിക്കൂ, ബെഥസ്ദാ കുളക്കടവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എടുത്തു ചാടുക, എടുത്തു ചാടുക, മുമ്പേ ചാടുക, ആദ്യം ചാടുക, നിനക്ക് സൗഖ്യം വരും. പക്ഷെ യേശു അവനോട് പറഞ്ഞത് എടുത്തു ചാടാനല്ല, മുമ്പേ ചാടാനല്ല. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ വിടുവിക്കാം. ഈ ലോകത്തിലെ സകല മതങ്ങളും യേശു ക്രിസ്തുവിന്റെ മാർഗവും നമ്മളെ വ്യത്യാസം ഞങ്ങൾ പറയാം. ഈ ലോകത്തിലെ സകല മതങ്ങളും നിന്റെ രക്ഷയ്ക്കായി, നിന്റെ വിടുതലിനായി, സൗഖ്യത്തിനായി കർമ്മ മാർഗം ഉപദേശിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്നു.
യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്നു. കാൽവറി കുരിശിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിച്ച രക്ഷയിലുള്ള വിശ്വാസം ആവശ്യപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിലെ സകല മതങ്ങളും നിന്റെ രക്ഷയ്ക്കായി കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ. വെളിച്ചെണ്ണ കൊണ്ടുവരൂ, വിളക്കെണ്ണ കൊണ്ടുവരൂ, തേങ്ങ ഉടയ്ക്കൂ, മുട്ടയിൽ നീന്തൂ, അടിമയിരിക്കൂ, ശൂലം കുത്തിയിരിക്കൂ, മലകൾ കയറൂ, അടിമയിരിക്കൂ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം വിളിച്ച് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ വിടുവിക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? യേശു ക്രിസ്തുവിന്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ നമ്മെ വിടുവിക്കുന്ന മാർഗമാണ്. ഞാൻ മനസ്സ് വെച്ച മാത്രയിൽ യേശു എന്നെ വിടുവിച്ചെന്ന് പറയാൻ തന്റെ ഇടമുള്ളവൻ ഒരിക്കൽ കൂടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്നെ പിച്ച തണ്ടാൻ വിടുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം ചൂലം കുത്തിയിറക്കാൻ പറയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം അടിമീരിക്കാൻ പറയുന്നില്ല. യേശുവിന്റെ മാർഗം പറയുന്നു, നീ മനസ്സ് വെച്ചാൽ ക്ഷണത്തിൽ ഞാൻ നിന്നെ വിടുവിക്കാം. യേശുവിന്റെ മാർഗം നീ മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുതൽ. എവിടെ വെച്ച് മനസ്സ് വെക്കുമോ അവിടെ വെച്ച് വിടുതൽ. മനസ്സിലാകുന്നോ? അതാണ് ഈ മാർഗം. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഓടുന്ന ബസ്സിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. പായുന്ന ട്രെയിനിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഇന്ന് രാത്രി ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് വിടുതൽ. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? എവിടെ മനസ്സ് വെക്കുമോ അവിടെ ഇറങ്ങുന്ന പ്രവർത്തിക്കും. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ കിടന്ന് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതല. സ്തോത്രം. ചീറിപ്പായുന്ന ആംബുലൻസിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതല. എൻ്റെ സഭയിലെ സഹോദരൻ വരുവൻ ശശികുമാർ ഭയങ്കര ഹൈന്ദവകിൽ ജനിച്ചു വളർന്നവനാണ്. ദോഹയിൽ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചങ്കുവേദനയുണ്ടായി. പാതിരാത്രിയിൽ അവിടുന്ന് കൂട്ടുകാരൻ ആംബുലൻസ് വിളിച്ചു വരുത്തി. അവൻ പലവട്ടം സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമില്ല. ആംബുലൻസ് കയറി പോഞ്ഞു പോകുമ്പോൾ പ്രാണവേദന വിട്ട് പടയുക, അറ്റാക്കാ, യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. ആംബുലൻസിൽ വെച്ച് ഒരു കര അവനെ തൊടുന്നതായി തോന്നി. അവനെ സൗഖ്യമാക്കി. മനസ്സിലാകുന്നുണ്ടോ? നാസറേയനായ യേശുവിന്റെ മാർഗം, നീ എവിടെ വെച്ച് മനസ്സ് വെക്കുമോ അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന മാർഗമാണ്. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറ. ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടുന്ന് ആകാശത്തേക്ക് ഉയരുന്ന വിമാനങ്ങൾ പറന്നു പോകുന്നത് 40,000 അടി ഉയരത്തിലാണ്. എത്ര അടിയാ? 40,000. ഈ വിമാനം ഇങ്ങനെ അങ്ങോട്ട് പറന്നു പൊങ്ങുമ്പോൾ ഒരു പരുന്ത് വന്ന എന്ന് ഏഷ്യാ മതി, തീപ്പെട്ടിക്കൊള്ളി കത്തുന്ന പോലെ കത്തി താഴെ വീഴും. നിന്റെ മക്കൾ കയറിപ്പോയപ്പം പരുന്ത് വരാഞ്ഞിട്ടല്ല, പ്രാവ് വരാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. സാധാരണ ഈ വിമാനത്തിൽ കയറുമ്പോൾ അതിനകത്ത് കയറിയിരുന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ്, എയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ഒത്തിരി കൈക്രിയ കാണിച്ച പല കാര്യം പറയും. നമ്മുടെ സുഹൃത്ത് സോയ് ഫിലിപ്പൊക്കെ മിക്കവാറും ഇവിടെ വരുമ്പോൾ പോയി ചെയ്യുന്ന ആളുകളാണ്. അവരെന്താ പറയുന്നത് അറിയാമോ? നമ്മൾ അതിലോട്ട് ഇരുന്ന് കഴിഞ്ഞ ഉടനെ ഒരു ദിവസം 5 തവണ കയറിയാലും 5 തവണ ഇത് കാണിക്കും. അവർ പറയുന്നത് എന്തെന്നറിയാമോ? ഈ വിമാനം ആകാശത്തേക്ക് പറന്നു പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്സിജൻ മാക്സ് നിങ്ങളുടെ മുമ്പിലോട്ട് വീഴും. അത് മൂക്കിലോട്ട് പിടിച്ചു വെച്ചിട്ട് വലിച്ചു കയറ്റണം. ആദ്യം നിങ്ങൾ വലിച്ചു കയറ്റണം, പിന്നെ പിള്ളേരുടെ മൂക്കിലോട്ട് വെച്ച് കൊടുക്കണം. അടിയന്തരമായി ലാൻഡിങ് നടത്തും. അപ്പോൾ ഒരു പ്രത്യേക ഗോവേണിയൊന്നുമില്ല, പ്രത്യേക ഒരു അതൊക്കെ ഷൂ നിരങ്ങി നീങ്ങണം. ചിലപ്പോൾ ഇത് വീഴുന്ന കടലിലായിരിക്കും. അപ്പോൾ ഈ ലൈഫ് ജാക്കറ്റ് എടുത്ത് കഴുത്തേക്കൂടി ഇടണം. ഷൂന്ന് ഇത് ഊതി വീർപ്പിക്കണം. ഒരു ലൈറ്റ് ഉണ്ട്, അത് കത്തിക്കണം. ഒരു വിഷിലുണ്ട്, അതിട്ട് ഷൂന്ന് വിഷിലടിച്ചുകൊണ്ട് കിടക്കണം. സത്യം പറഞ്ഞാൽ ഞാനിത് കയറുമ്പോഴൊന്നും എൻ്റെ പോലെ ഞാനിത് ശ്രദ്ധിക്കാറില്ല. കാരണം ഇത് താഴോട്ട് പോയാൽ പിന്നെ പോക്ക, പിന്നെ വിഷിലൂത്തും നടക്കത്തില്ല, ഷൂവെപ്പും നടപ്പില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദമ്പുരാൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ? 40,000 അടി ഉയരത്തിൽ പറക്കുന്നൊരു ഫ്ലൈറ്റ് അവിടെ വെച്ച് തകരുമെന്ന് കണ്ടാൽ, അതിനകത്തിരുന്നൊരു പാവപ്പെട്ട ദൈവം ഇതിൽ കരഞ്ഞാൽ,
ആകാശം ചായ്ച്ചിറങ്ങി വന്ന്, ആകാശം കീറിയിറങ്ങി വന്ന് ആ ഫ്ലൈറ്റിലെയും അതിലുള്ള യാത്രക്കാരെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനെയാണ് ഞങ്ങൾ രാത്രി ഉയർത്തുന്നത്. അനന്തമജ്ഞാതമൗണ്യമായി കിടക്കുന്ന മഹാസമുദ്രം, ആ മഹാസമുദ്രം പാഞ്ഞു പോകുന്നൊരു കപ്പൽ ഒരു കൂറ്റൻ മഞ്ഞുകെട്ടിൽ ഇടിച്ചാടി ഉലയാൻ തുടങ്ങിയാൽ, അതിനകത്തിരുന്നൊരു പാവപ്പെട്ട ദൈവം ഇതിൽ കരഞ്ഞാൽ, അല്ല ഇനി കരയിലൊരു കുടിലിരുന്നൊരു തള്ള കരഞ്ഞാൽ, ആ തള്ളയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് ആ മഹാസമുദ്രത്തിലേക്ക് ചാടി ഇറങ്ങിയോ ഇറങ്ങിയാതെയോ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആ ദൈവത്തെ സേവിപ്പാൻ കറിക്കാട്ടുകാർ ഇറങ്ങി വരണം. കൈ ഉയർത്തിയാട്ട് സ്തോത്രം പറഞ്ഞേ. എവിടെ വെച്ച് കരഞ്ഞാലും അവിടെ ഇറങ്ങി വരുന്നവൻ. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ കടന്ന് കരഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ. ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ കരഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ. നിന്റെ വീടിന്റെ ഏകാന്തതയിൽ ആരും കാണാൻ നീ നിലവിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ സേവിക്കണം. സുവിശേഷം പ്രസംഗിക്കും ഇത് പറയാതിരിക്കാനൊക്കെ ഇല്ല. ഇന്ന് മനുഷ്യർ മനുഷ്യനെ തിരിഞ്ഞ് ദൈവമാക്കുന്നു. മനുഷ്യനേക്കാൾ താണം മൃഗജാലങ്ങളെ ആരാധിക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ സുഹൃത്തെ, നിന്നെപ്പോലെ ഡയബറ്റീസ് ഉള്ള, നിന്നെപ്പോലെ ബ്ലഡ് പ്രഷറുള്ള, പിടിക്കരുതാത്ത കഴിച്ചാൽ നിന്നെപ്പോലെ ഡിസെൻട്രി വരുന്ന മനുഷ്യനെ അല്ല നീ ദൈവമാക്കേണ്ടത്. ഒരുപിടി ഗുളികയും കൊണ്ട് അവർ നടക്കുന്നത്. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നീ നിലവിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവമല്ല നിന്നെ നിർമ്മിച്ച ദൈവം. നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിപ്പാൻ ഭാഗ്യം തന്ന ദൈവം. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ആ ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒന്നുകൂടെ കൈകൾ അടിച്ച് വാതുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അനന്തമജ്ഞാതം അമണിന്യമായ അഖിലാണ്ട കടാകത്തെ നിർമ്മിച്ച ദൈവം, സൂര്യചന്ദ്ര ഗോളന്മാളെ നിർമ്മിച്ച ദൈവം, എണ്ണമറ്റ താരകായ വലികളെ നിർമ്മിച്ച ദൈവം, ഇവയ്ക്ക് പേർ വിളിക്കുന്ന ദൈവം. ഈ ദൈവത്തെ സേവിപ്പാൻ, ഈ ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. എവിടെ വെച്ച് കരഞ്ഞാലും അവിടെ ഇറങ്ങി വരുന്ന ദൈവം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് കടന്നു ചെല്ലുന്നൊരു ദൈവം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരുപക്ഷെ ദോഹയിലോ മസ്കറ്റിലോ കുവൈറ്റിലോ സൗദിയിലോ ബോംബെയിലോ ന്യൂസിലാൻഡിലൊക്കെ ആയിരിക്കാം. ഒരു ദിവസം നിങ്ങൾക്കൊരു ഫോൺ കോൾ ലഭിക്കും, നിങ്ങളുടെ മകന് സൗഖ്യമില്ല, മകൾക്ക് സൗഖ്യമില്ല, പ്രാവിനുള്ളിൽ ചിറകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ കഴിയില്ല. നിങ്ങളുടെ ഭർത്താവിനെ ഓപ്പറേഷനിൽ പെട്ടെന്ന് പ്രവേശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അടുത്തോട്ട് എന്ന ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരുന്ന് നിന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചൊരു ആശ്വാസം പറയാൻ ഡോക്ടർമാർ കയറ്റില്ല, ICUവിൽ പോലും കയറ്റത്തില്ല, പിന്നല്ലേ ഓപ്പറേഷൻ തിയേറ്റർ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് കടന്നു ചെല്ലുന്നൊരു കരമുണ്ട്. നീ നിന്റെ റൂമിൽ മുട്ടുകുത്തി സ്തോത്രം പറഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. നീ രാത്രിയിൽ ദൈവദാസന്മാരോട് ഞാൻ പറയാം, ഓ ഹോബ ശബ്ദറിയാന, നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ, ചില ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരുമെന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു. ജോർജ് കുട്ടി പാസ് പറഞ്ഞു കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് രാത്രിയാമങ്ങളിൽ നിന്ന് കരഞ്ഞതിന്റെ ഫലം ഇന്നും ശുശ്രൂഷയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർമാരെ, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് നിന്റെ പ്രാർത്ഥനാ റൂമിൽ, നിന്റെ കൊച്ചു പാഴ്സനേജിൽ നീ മുട്ടുകുത്തി കരഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. കരമടിച്ച് പരിശുദ്ധാത്മാവനോട് പറയുന്നു, ലൈവായി ഓ ഷമ റഖിനിയ, ദൂരെ ഇത് പ്രഭാഷണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങിച്ചെല്ലുന്ന ഒരത്ഭുതം ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ രാത്രി ദൈവത്തിന്റെ വിടുതലുകൾ ചില ഭവനങ്ങളിൽ സംഭവിക്കും. ശക്തിയോടെ സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ, സത്യവചനം കേട്ടു നീവാ. പഠിക്കുമോനെ. നിത്യജീവൻ നിനക്കേകിടുമേ, നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിടുമേ. വരുവീൻ
ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടോ നീലം പോരുളോ കണ്ടിടുമുറ്റോ ഉടയവരോ. കെട്ടിയ വീടും നീലം പോരുളോ കണ്ടിടുമുറ്റോ ഉടയവരോ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിൻ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിൻ രക്ഷകനെ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വാനത്തിൻ കീഴേ ഭൂമി മീതേ വനവനേശു നാമമന്യേ. വാനത്തിൻ കീഴേ ഭൂമി മീതേ വനവനേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അവൻ കിടക്കുന്നേ കണ്ടു, ഇനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. നമ്മുടെ വിഷയം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന യേശു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, പായുന്ന ട്രെയിനിൽ വെച്ചോ ഓടുന്ന ബസ്സിൽ വെച്ചോ മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഇന്ന് രാത്രി ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് വിടുതൽ. കൈ ഉയർന്നില്ലല്ലോ. ഇവിടെ വെച്ച് മനസ്സ് വെക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ പോയാലേ മനസ്സ് വെക്കത്തുള്ളേ, അവിടെ വെച്ച് വിടുതല. ചില ആളുകൾ ഈ സുവിശേഷ യോഗത്തിന് വെച്ചൊന്നും മാനസാന്തരപ്പെടത്തില്ല. ചിലർ ജയിലിൽ പോയാലേ ഗുണപ്പെടത്തുള്ളൂ. ഞാൻ ഇന്നാളിൽ 28 ജയിൽ പുള്ളികളെ നിർത്തി പ്രസംഗിച്ചു. അവർ രക്ഷിക്കപ്പെട്ടവരാ, ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശവുമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇവരോടൊക്കെ അച്ഛനറിയാം ജോസ് പലപ്പാടിനെയൊക്കെ, ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ നേരത്തെ തമ്പുരാൻ സംസാരിച്ച, പക്ഷെ ഗുണപ്പെട്ടില്ല. ഇവർ മാനസാന്തരപ്പെടാൻ ജയിലിൽ പോകേണ്ടി വന്നു. ഈ വിശുദ്ധ ബൈബിളിൽ ഒനോസിമോസ് എന്നൊരു കഥാപാത്രമുണ്ട്. ഫിലമോൻ്റെ വീട്ടിൽ പാർത്തതാ. ഫിലമോൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രിയനായവനെന്ന, സ്നേഹമെന്ന. അവിടെ പൗലോസ് എന്ന് പ്രസംഗിച്ചിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ല. ഏതാണ്ട് മോഷണ കേസിലോ കണ്ട് പ്രതിയായി ജയിലിൽ ചെന്നു. സുവിശേഷം നിമിത്തം പൗലോസും ജയിലിൽ ചെന്നു. അവിടെ വെച്ച് ആര് മാനസാന്തരപ്പെട്ടു? ഒനോസിമോസ് മാനസാന്തരം. ഈ ചില ആളുകൾ മാനസാന്തരപ്പെടണേ ഒന്ന് ജയിലിൽ പോകേണ്ടി വരും, ചിലപ്പം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. ഈ ദൈവദാസന്മാരൊക്കെ പ്രവാചകർ വിശേഷിച്ച് ചിലരോടൊക്കെ ദൂത് പറയുമ്പം പറയാറില്ലേ, മകനെ മകളെ നിന്നെ കയറ്റിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി വന്ന്, കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി വന്ന്. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ ആംബുലൻസ് ആണെന്ന് തോന്നുന്നു, അല്ല ഏത് വാഹനമാണ്? കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി ഇറക്കും. കയറ്റുക മാത്രമല്ല, ഇറക്കും കേട്ടോ. ചിലരുടെ അതിൽ കയറിയാലേ മാനസാന്തരപ്പെടും. ഈ ദൈവത്തിന് 2 വിളിയുണ്ട്. ഏതായാലും ഇത് സുവിശേഷം രാത്രി യോഗമല്ലേ, സുവിശേഷത്തിന് 2 വിളികളുണ്ട് ദൈവത്തിന്. ഒന്ന് സാധാരണ വിളി,
രണ്ട് അസാധാരണ വിളി. അബ്രഹാമിനെ വിളിച്ച സാധാരണ വിളിയാ, എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. എന്നാൽ ശൗലിനെ വിളിച്ചത് അസാധാരണ വിളി. അതെന്തുവാ? നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന വെളിച്ചം ചുറ്റുമിന്നി മിടുക്കനെ അടിച്ച് താഴെയിട്ടു. 2 ദിവസം കണ്ണു കാണാതിരുന്നു. പിന്നെ തപ്പി പോയി സ്നാനപ്പെട്ടു. എങ്ങനെ സ്നാനപ്പെടണമെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ചോണം. ഇത് സാധാരണ വിളിയാ. ഈ വിളി നീ അനുസരിച്ചില്ലേ, അസാധാരണ വിളി വരും. ഒരു കാര്യം പറഞ്ഞേക്കാം, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നതിനെ തൊട്ടായാലും ദൈവകൃപയെ കൊണ്ടുവരും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ ഒളിച്ചാലും ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? നോക്കിയവനെ കിട്ടിയില്ലേ, കണ്ടവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. തമ്പുരാൻ ഒരുത്തനെ നോട്ടമിട്ടാൽ അവനെ പിടിക്കാതെ മാറില്ല. ജിബിൻ ഇവിടെ ഇരിക്കുന്നത് പാസ്റ്റർ രാജു പോയാലുടെ മോനായിട്ടല്ല, അമേരിക്ക വരെ പോയി പഠിച്ചിട്ട് വന്നിരിക്കുക. തമ്പുരാൻ നോട്ടം ഇട്ടു, ഇല്ലേ മോനെ? മനസ്സിലായോ? തമ്പുരാൻ നിന്നെ നോട്ടമിട്ടാൽ നീ എവിടെ ഒളിച്ചിരുന്നാലും ഇവിടെ വന്നിരിക്കും. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ.